വെക്കേഷനൊക്കെ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചു പോയി കേട്ടോ. അപ്പോൾ ഇനി ഇതാ സ്കൂൾ തുറക്കാൻ ഇനി അധിക ദിവസമൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങളിതാ നാട്ടിലെത്തിയിട്ട് പിറ്റേ ദിവസം തന്നെ സ്കൂൾ ഷോപ്പിങ്ങിനായി ഇറങ്ങി. എത്രയായാലും നമ്മളൊന്നും പറഞ്ഞാൽ നമ്മൾ പറയുന്നതിലേക്ക് എത്തില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ വാങ്ങുള്ളൂ. അപ്പോൾ ബാഗും വാട്ടർ ബോട്ടിലും അതുപോലെ തന്നെ ലഞ്ച് ബോക്സും അവൾക്ക് വേണ്ട സാധനങ്ങൾ മാത്രം ഞങ്ങൾ വാങ്ങിയിട്ടോ. പ്രാവശ്യം ബുക്സൊന്നും അധികം വാങ്ങേണ്ടി വന്നില്ല, സ്കൂളിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ ചേച്ചി ഞങ്ങളുടെ ചാനലിൻ്റെ പേരൊക്കെ എഴുതി കൊണ്ടുപോയിട്ടോ നോട്ടിൽ, എന്താണ് ചാനലിൻ്റെ പേര് എന്നൊക്കെ നോക്കിയിട്ട് ചേച്ചി സബ്സ്ക്രൈബ് ചെയ്യുക, യൂട്യൂബിൽ വരുന്നതുകൊണ്ട് ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ പേര് ചോദിക്കാൻ ഞങ്ങൾ വിട്ടുപോയിട്ടോ ആ ഒരു തിരക്കിൽ. ഇപ്പോൾ എനിക്ക് വീഡിയോ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ആ ചേച്ചിയുടെ പേര് എന്താണെന്ന് ചോദിച്ചില്ലല്ലോ എന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ ഇതാ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പുസ്തകം പൊതിയേണ്ട സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ഇതാ എന്താ പറയുക പൗച്ച്, പിന്നെ ഒരു റഫിൻ്റെ നോട്ട്, അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് വാങ്ങി. പിന്നെ അവളേനെ അപ്പൂട്ടൻ പറഞ്ഞു, അവളേനെ അവിടെ അപ്പൂട്ടൻ കണ്ടത് നമ്മുടെ മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയെയാണ് കണ്ടത് എന്നാണ് കേട്ടോ പറയുന്നത്. എന്തൊക്കെ എടുക്കണം എന്ന് അറിയില്ല കേട്ടോ അവൾക്ക്. ഇതാ ചാനലിൻ്റെ പേര് ഞാൻ ആ ചേച്ചിക്ക് എഴുതി കൊടുത്തിട്ടോ. പിന്നെ ബില്ല് കൊടുക്കണമല്ലോ, ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ട് ബില്ല് കൊടുക്കാതെ നമുക്ക് ആർക്കും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബില്ലൊക്കെ കൊടുത്തു, അത്യാവശ്യം ബില്ലായിട്ട് കേട്ടോ. എത്ര കുറച്ച് സാധനം വാങ്ങാൻ പോയാലും ബില്ല് എത്രയായാലും 1000-ൻ്റെയും 2000-ൻ്റെയും ഒക്കെ ബില്ലായിരിക്കും കേട്ടോ നമുക്ക് വരുന്നത്. ഒരാൾ സ്കൂളിൽ പോയിട്ട് ഇങ്ങനെ ഇനി അടുത്ത ആൾ പോയാൽ ഇത് ഇരട്ടിയാവുമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഒരു സങ്കടം കേട്ടോ. പക്ഷേ എത്രയായാലും പഠിക്കേണ്ട കുട്ടികൾക്ക്. ഇപ്പോൾ വേദൂനും ഒരു ബാഗും കുടയൊക്കെ വാങ്ങിയിട്ടോ. ഈ ബാഗും കുടയൊക്കെ വേദൂനെ വാങ്ങിയതാണ് കേട്ടോ. അവനെപ്പോൾ അതാ നാളെ തൊട്ടിട്ട് സ്കൂളിൽ പോകുമെന്നാണ് ആശാൻ്റെ വിചാരം. ചേച്ചിക്ക് മാത്രമല്ല ലയ്ക്കും വാങ്ങണം എന്നാണ് അവൻ്റെ ഒരു വിചാരം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ സാരല്ലേ, അവനിപ്പോൾ 3 വയസ്സ് കഴിഞ്ഞാൽ ബാലവാടിക്ക് വിടുമല്ലോ. അപ്പോൾ എന്നാൽ ഈ ബാഗ് ബാലവാടിക്ക് വിടുമല്ലോ, ഒരു നാക്കുളുക്ക്. അപ്പോൾ അതിന് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു കുടയും വാങ്ങിയിട്ട് ആ കുട ഒരാഴ്ച പൂള്ളൂ എന്ന് അപ്പൂട്ടൻ പറഞ്ഞത് കേട്ടോ. കാരണം അത് അന്ന് ആ കുട വാങ്ങി അന്ന് തന്നെ ഭയങ്കര ഇതായിരുന്നേ. പക്ഷെ ഇപ്പോൾ ഞങ്ങളത് കാണാതെ എടുത്തു വെച്ചിട്ടുണ്ട്, അവനതിൻ്റെ ഓർമ്മയില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു. അപ്പോൾ ഞങ്ങളുടെ സ്കൂൾ ഷോപ്പിംഗ് കഴിഞ്ഞു. നിങ്ങളുടെ കഴിഞ്ഞു വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ, എങ്ങനെയുണ്ട് സ്കൂൾ ഷോപ്പിംഗ് എന്നൊക്കെ.